അപ്പോൾ നമ്മൾ റിബൺ ഇൻ്റർഫേസിലെ ഹോം എന്ന് പറയുന്ന ടാബാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹോം എന്ന് പറയുന്ന ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഹോം ടാബ്. നമ്മൾ എപ്പോഴും ഒരു ബ്ലാങ്ക് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്താലും നമുക്ക് ആദ്യം വരുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് ആദ്യം ഓപ്പൺ ആയി വരുന്നത്. ഈ ലേ ഔട്ടായിരിക്കും നമുക്ക് ഡിഫോൾട്ടായിട്ട് കാണാൻ പറ്റുന്ന ലേ ഔട്ട്. അപ്പോൾ ഈ ഹോം ടാബിൽ കുറച്ച് കമാൻഡ്സിനെ കമാൻഡ് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിൽ കുറേ കമാൻഡ്സ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല. ഇത് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ള കണ്ടൻറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചില കമാൻഡുകൾ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, എന്നാൽ ചില കമാൻഡ്സ് ഇപ്പോഴും ഓൺ ആവാതെ കിടപ്പുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പവർ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എന്ത് സംഭവിച്ചു, ഇതിനകത്തുള്ള ഈ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിലെ 3 കമാൻഡുകൾ ഇപ്പോഴും ആക്റ്റീവായിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, 2 കമാൻഡ്സ് ഇത് ആക്റ്റീവായിട്ടുണ്ട്, കട്ടും കോപ്പിയും. ഇനി എന്താണ് കട്ട് കോപ്പി എന്ന് നമുക്ക് ആദ്യം നോക്കാം. സെലക്ട് ചെയ്യാണ് ഞാൻ ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ജസ്റ്റ് എൻ്റെ മൗസിൻ്റെ കഴ്സർ ഞാൻ ഇതിലേക്ക് മൗസ് പോയിൻ്റർ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ കട്ടെന്നുള്ളത് അവർ ഈ പവർ പോയിൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. റിമൂവ് the selection and put it on the clipboard so you can paste it somewhere else. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷനെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള എവിടെയാണോ അവിടെ കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അടുത്ത എന്താണ്, അപ്പോൾ നമ്മൾ ആ കട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഓട്ടോമാറ്റിക്കലി പേസ്റ്റ് എന്നുള്ള കമാൻഡ് അവിടെ ആക്റ്റീവായിട്ട് കാണാം. ഇനി പേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേസ്റ്റ് പിക്ക് എ paste option such as keep formatting or pasting only content. നമുക്ക് എന്ത് ചെയ്യാം, ഈ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതോ ആയിട്ടുള്ള ഈ ഒരു കണ്ടൻറ്റിന് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഇവിടെ പേസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഷോർട്ട് കട്ട് കീ പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ വി. എന്താണ് കൺട്രോൾ വി? നമുക്കിവിടെ കൺട്രോൾ വിയും കൂടെ കീബോർഡിൽ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, അതേ കണ്ടൻറ്റ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത അതേ കണ്ടൻറ്റിന് നമ്മളിതാ ഇവിടെ 2 പ്രാവശ്യമായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ കണ്ടൻറ്റിന് നമുക്ക് ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ അവിടെ തന്നെ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യാം. കണ്ടോ, നമ്മൾ പിന്നെയും കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തു. ഇതിന് നമുക്കിനി കട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും. അതായത് ആ കണ്ടൻറ്റ് അവിടെ നിന്ന് പോവാതെ തന്നെ സെയിം പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഇവിടെ ഒന്നുകിൽ ഇവിടെ വന്നിട്ട് കോപ്പി എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ സി, പുട്ട് എ കോപ്പി ഓഫ് ദ സെലക്ഷൻ on the clipboard so you can paste it somewhere else. നമുക്കിതിൻ്റെ ഒരു കോപ്പി, ഈ സെലക്ട് ചെയ്ത ഈ കണ്ടൻറ്റിൻ്റെ ഒരു കോപ്പി എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യമുള്ളത്, എവിടെയാണോ ഈ വേർഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് അവിടെ കൊണ്ട് എന്ത് ചെയ്താൽ മതി, പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പവർ പോയിൻ്റ് എന്ന് പറഞ്ഞ കണ്ടൻറ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ വി, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് പേസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ക്ലിപ്പ് ബോർഡ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഫുള്ളായിട്ട് കട്ടായതിന് ശേഷം നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് എക്സ്. അടുത്തത് നമുക്ക് സെലക്ട് ചെയ്ത കണ്ടൻറ്റിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. മൊത്തത്തിൽ ആ വേർഡിനെ കട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്യാനുള്ളത് ഒന്നുകിൽ വേർഡിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ബോർഡ് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ, കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് സി എന്ന് പറയുന്നത്.
അടുത്തത് നമുക്ക് ഈ കോപ്പി ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വെച്ചതോ ആയിട്ടുള്ള കണ്ടന്റിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ ഈ കോപ്പി ചെയ്ത കണ്ടന്റ് വരേണ്ടത് അവിടെ കൊണ്ടുവന്ന് കഴ്സർ പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ കണ്ടന്റ് പേസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ കഴ്സർ വന്ന് നിൽക്കും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ പേസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്ലിപ്ബോർഡ് കമാൻഡിനകത്ത് പേസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+V. ഇത് ഇത്രയാണ് ഈ ക്ലിപ്ബോർഡ് കമാൻഡിനകത്തുള്ള 3 കമാൻഡ് ഗ്രൂപ്പ്സ്. അടുത്ത് നമുക്ക് ഫോർമാറ്റ് പെയിൻറ്റർ എന്താണെന്ന് നോക്കാം. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നതാണ് ഒരു ബ്രഷിൻ്റെ സിമ്പലിൽ വരുന്ന ഒരു ഐക്കണാണ് എന്ത്, ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ളത്. ഈ ഫോർമാറ്റ് പെയിൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ അസൈൻമെൻറ്റ് പോലത്തെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ്സ് എല്ലാം ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതായത് ഞാനിപ്പോൾ ഇതിൽ തന്നെ 1-2 പ്രാവശ്യം എന്തെന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പവർ പോയിൻ്റ് എന്ന് ഒരു 4 പ്രാവശ്യം ഇതിനകത്ത് തന്നെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മെയിൻ ഹെഡിങ്സ് എല്ലാം ഒരേ ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ സാധാരണ നോർമലി ഹെഡിങ് സൈസ് എല്ലാം ഒരുപോലെ ആക്കണേന് എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഹെഡിങ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്ന് സൈസിൽ ചേഞ്ച് വരുത്തും അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ആദ്യത്തെ പവർ പോയിൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇതിന് ഒരു ഹെഡിങ് സൈസ് കൊടുക്കുകയാണ്. ഇപ്പോൾ എത്രയാണ്, ഒരു 66 എന്ന് പറയുന്ന ഒരു ഹെഡിങ് പോയിൻ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ആദ്യം പവർ പോയിൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യണം. ക്ലിപ്ബോർഡ് കമാൻഡ് ഗ്രൂപ്പ്, ഇതാണ് ക്ലിപ്ബോർഡ് കമാൻഡ് ഗ്രൂപ്പ്. അതിനകത്തുള്ള ഫോർമാറ്റ് പെയിൻറ്റർ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം എന്ത് ചെയ്യണം, സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ 54 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, അപ്പം നിങ്ങൾക്ക് കഴ്സറിലുള്ള മാറ്റം കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ മൗസ് പോയിൻ്റർ ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ബ്രഷും കൂടെ നമ്മുടെ ഈ ഐ എന്ന് പറയുന്ന ഒരു കഴ്സറിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു, ഒരു ബ്രഷിൻ്റെ സിമ്പലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പവർ പോയിൻ്റ് എന്നുള്ള വേർഡ് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസ്, ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണോ ഈ ചേഞ്ച് വരുത്തേണ്ടത് അതെല്ലാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ ഏത് സൈസാണോ കൊടുത്തത് അതേ സൈസ് തന്നെ എവിടെ വരും, പവർ പോയിൻ്റ് എന്നുള്ള നമ്മൾ അടുത്ത ഫോർമാറ്റ് പെയിൻറ്റർ എവിടെ സെലക്ട് ചെയ്തോ അവിടെ എല്ലാം സെയിം സൈസിൽ തന്നെ എന്ത് സംഭവിക്കും, ടെക്സ്റ്റ് കോപ്പി മീൻസ് ടെക്സ്റ്റിൻ്റെ സൈസ് എല്ലാം ഒരുപോലെ ആയി വരും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഒരു അസൈൻമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ഈ ഓരോ അസൈൻമെൻറ്റിൻ്റെ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്ത് സൈസ് ചേഞ്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഒരു ഹെഡിങ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫോർമാറ്റ് പെയിൻറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ സൈസ് ആണെങ്കിലും ഫോണ്ട് സ്റ്റൈലാണെങ്കിലും ഫോണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഫോർമാറ്റ് പെയിൻറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഏതൊക്കെ ഹെഡിങ്ങിലാണോ ഈ സെയിം ഫോണ്ട് സൈസും ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് കളറും കൊണ്ടുവരേണ്ടത് ആ ഹെഡിങ്സിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സെയിം കണ്ടൻറ്റ് എഫക്ട്സ് ഏതിൽ വരും, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഹെഡിങ്സിനകത്തും സെയിം എഫക്റ്റ് വന്നോളും. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻലി നമ്മുടെ ഹോം ടാബിൽ ആദ്യത്തെ ക്ലിപ്ബോർഡ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന കമാൻഡ്സ്. ഫസ്റ്റ് പേസ്റ്റ്, കട്ട്, കോപ്പി, ഫോർമാറ്റ് പെയിൻറ്റർ, ഇത് ഇത്രയാണ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാൻ പറ്റും എന്താണ് സ്ലൈഡ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു കമാൻഡ് ഗ്രൂപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്ലൈഡ്സ് എന്നാണ് വരുന്നത്. അതാണ് ക്ലിപ്ബോർഡ് കമാൻഡ് ഗ്രൂപ്പിന് ശേഷം വരുന്ന കമാൻഡ് ഗ്രൂപ്പ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ആദ്യത്തേത് ന്യൂ സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+M ആണ്. എന്താണ് ന്യൂ സ്ലൈഡ്സ് എന്ന് നോക്കാം. ആഡ് എ സ്ലൈഡ് ടു യുവർ പ്രസൻറ്റേഷൻ, നമ്മുടെ പ്രസൻറ്റേഷന് സ്ലൈഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ന്യൂ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം ന്യൂ സ്ലൈഡ്സിലേക്ക്. കണ്ടോ,
ന്യൂ സ്ലൈഡ്സ് ടാപ്പ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, പുതിയൊരു സ്ലൈഡ് വന്നു. അത് ഏത് ലേഔട്ടിലുള്ള സ്ലൈഡാണ് നമുക്ക് നോക്കാം. ഇതാണ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സ്ലൈഡാണ് നമ്മളിവിടെ ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇൻസേർട്ടായി വന്ന സ്ലൈഡ് ഏതാണ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡാണ്. അപ്പോൾ അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, അവരൊരു ഷോർട്ട് കട്ട് കീയും കൂടെ പറഞ്ഞിട്ടുണ്ട്, Ctrl+M. അപ്പോൾ നമുക്ക് Ctrl+M കൂടെ ചെയ്ത് നോക്കാം. Ctrl+M കണ്ടോ, സെയിം ഡിഫോൾട്ടായിട്ട് തന്നെ ടൈറ്റിൽ പ്ലസ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡാണ് നമുക്കിവിടെ ഓപ്പൺ ആയി വന്നത്. അപ്പോൾ ഇതാണ് ന്യൂ സ്ലൈഡ്സ് എന്ന് പറയുന്ന ആദ്യത്തെ കമാൻഡ്. ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴെല്ലാം ടൈറ്റിൽ പ്ലസ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡാണ് നമുക്ക് വന്നത്. പകരം നമുക്ക് എന്ത് ചെയ്യാം, വേറെയും ഒരുപാട് സ്ലൈഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ടൈറ്റിൽ സ്ലൈഡാണ് നമ്മളെപ്പോഴും നമ്മുടെ പവർ പോയിന്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് വരുന്ന ആദ്യത്തെ ഡിഫോൾട്ടായിട്ടുള്ള സ്ലൈഡാണ് എന്ത്, ഈ ടൈറ്റിൽ പ്ലസ് സ്ലൈഡ് എന്നുള്ളത്. ടൈറ്റിൽ സ്ലൈഡ് ആദ്യത്തെ നമ്മുടെ പവർ പോയിന്റ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ലൈഡാണ് ടൈറ്റിൽ സ്ലൈഡ് എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 റെക്റ്റാങ്കിൾ കോളം പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് 2 പ്ലേസ് ഹോൾഡർ എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതായത് ഇത് നമ്മൾ എന്തെന്ന് പറയും, ടൈറ്റിൽ പ്ലേസ് ഹോൾഡറും ഇതാണ് സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ. അതായത് ടൈറ്റിൽ നമ്മുടെ പ്രസൻറ്റേഷന് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനകത്ത് വരുന്ന കണ്ടൻറ്റിൻ്റെ ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എപ്പോഴും ഈ കണ്ടൻറ്റിൻ്റെ ടൈറ്റിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ സെക്കൻഡ് വൺ, ഈ ആഡ് സബ് ടൈറ്റിൽ എന്നുള്ളതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറാണ്. അതായത് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ്, ടേബിള്, പിക്ചർ, മൂവി, സൗണ്ട്, ക്ലിപ്പ് ആർട്ട്, സ്മാർട്ട് ആർട്ട് മുതലായ കണ്ടൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ ഘടകങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ഹോൾഡറാണ് എന്ത്, ഈ സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ. ഇപ്പോൾ ഈ ടൈറ്റിൽ ഹോൾഡറിനകത്ത് നമുക്ക് ഹെഡിങ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്സ്റ്റും ടേബിളും പിക്ചർ, മൂവീസ്, വീഡിയോസ്, സൗണ്ട് ട്രാക്ക്, അങ്ങനെ എന്ത് കണ്ടന്റ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലേസ് ഹോൾഡറിനെ മൂവ് ചെയ്യാനും നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി ഇതിനകത്ത് എന്താണ്, അവൈലബിൾ ആണ്. അടുത്തതാണ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് സ്ലൈഡ്. ഇതിനകത്ത് നമ്മൾ കൊടുത്തപ്പോൾ ഡിഫോൾട്ടായിട്ട് വന്ന ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ള സ്ലൈഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്ലേസ് ഹോൾഡർ ഇതാണ്. ഇതിനകത്ത് വരുന്നത് ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ളൊരു പ്ലേസ് ഹോൾഡറും അല്ലാതെ നമുക്ക് നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ കണ്ടൻറ് ആഡ് ചെയ്യാനുള്ളൊരു പ്ലേസ് ഹോൾഡറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് മെയിൻലി പറയുകയാണെങ്കിൽ ബുള്ളറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടൻറ് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ദാണ്ട് ഇവിടെ കാണാൻ പറ്റും, ഓരോ ബുള്ളറ്റ്സ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിതിനകത്ത് ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മൾ ഉള്ളടക്കം എന്നൊക്കെ പറയുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹെഡിങ് കൊടുത്തിട്ട്, ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹെഡിങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഓരോ ടൈറ്റിലായിട്ട് ഞാൻ ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഈ പ്രസൻറ്റേഷനകത്ത് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ, ആദ്യത്തെ എൻ്റെ പ്രസൻറ്റേഷനിൽ വരുന്ന ആദ്യത്തെ കണ്ടൻറ്റ് ഇപ്പോൾ എന്തായിരിക്കും, ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. രണ്ടാമത് ഞാൻ പറയുന്നത് എന്തായിരിക്കും, കമ്പ്യൂട്ടർ, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്ന് ആയിരിക്കും എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻസ് ആയിരിക്കും.
അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിൻറ്റ്സ് ആയിട്ട് ഓരോ കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരിത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിക്ചേഴ്സോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഈ കണ്ടൻറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ടെക്സ്റ്റ് മാത്രം എന്നൊന്നും നിർബന്ധമായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച ലേഔട്ടായ ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ്. അതായത് നമുക്കൊരു ടൈറ്റിലും ആഡ് ചെയ്യാൻ പറ്റും, തൊട്ട് താഴെ കണ്ടൻറ്റായിട്ടും ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 പ്ലേസ് ഹോൾഡേഴ്സാണ് വരുന്നത്. ടൈറ്റിലും കണ്ടൻറ്റ് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരു പ്ലേസ് ഹോൾഡർ വരും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ലേഔട്ടായിട്ട് പഠിച്ച ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ലേഔട്ട് വരുന്നത്. അടുത്ത സ്ലൈഡ് ഏതാണെന്ന് നോക്കാം. സെക്ഷൻ ഹെഡർ. സെക്ഷൻ ഹെഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ സ്ലൈഡിന് സിമിലർ ആയിട്ടുള്ളതാണ്. അത് ഓപ്പണായി വരുന്നത് പോലെ തന്നെ 2 പ്ലേസ് ഹോൾഡേഴ്സ് വരും. പക്ഷേ ഒരു സ്ട്രക്ചറിൽ മാത്രമേ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ. മറ്റത് 2 റെക്റ്റാങ്കിൾ ബോക്സസ് ആയിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇത് ഒരു വലിയ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ ഏകദേശം ഒരു ബോട്ടം അല്ലെങ്കിൽ ഒരു മിഡിലൊക്കെ വെച്ചിട്ട് തന്നെ ഈ റെക്റ്റാങ്കിൾ ബോക്സിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ടൈറ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന പോർഷനിൽ നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു ഷോർട്ട് ഫോം, നമ്മളെന്താണ് ഈ ഹെഡിങ്ങിനെ പറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്നുള്ളിടത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ടൈറ്റിൽ ആൻഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് സ്ലൈഡിനകത്ത് കൊടുത്തത് ആദ്യത്തെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷൻ, കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ കണ്ടൻറ്റ് എന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടുത്തെ ടൈറ്റിലായിട്ട് എന്ത് കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ള ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ഇപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റി എന്താണ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ എന്നാണിത് ഇൻവെൻറ്റ് ചെയ്തത്, ആരാണിതിനെ ഇൻവെൻറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ചെറിയൊരു കണ്ടൻറ്റാക്കി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലേസ് ഹോൾഡറിനകത്ത് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച മൂന്നാമത്തെ സ്ലൈഡായിട്ടുള്ള സെക്ഷൻ ഹെഡർ എന്ന് പറയുന്ന സ്ലൈഡ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ടു കണ്ടൻറ്റ്. ഈ കാണുന്നതാണ് ടു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ടു കണ്ടൻറ്റ് സ്ലൈഡ് എന്നുള്ളത്. അതായത് അപ്പോൾ ഈ ടു കണ്ടൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ വന്നത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്ലേസ് ഹോൾഡർ കാണാം. അല്ലാതെ എന്തായി, രണ്ട് കോളം പോലെ 2 പ്ലേസ് ഹോൾഡേഴ്സും കൂടെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പാരിസൺ പോലത്തെ പർപ്പസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണിത്, രണ്ട് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പ്ലേസ് ഹോൾഡേഴ്സിനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസണെക്കാട്ടിലും കുറച്ചും കൂടെ എന്ത് ചെയ്യുക, 2 ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി, ഒരു സബ്ജക്റ്റിനെ പറ്റി നമുക്ക് 2 ഇപ്പം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ലിമിറ്റേഷൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ 2 കണ്ടൻ്റായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റും. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് firm in the years of 2020 and 2023. ഇപ്പം നമ്മൾ 2020-ലും 2023-ലും ഒരു ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം,
എന്തെങ്കിലും ഐക്കണോ ടേബിളോ അങ്ങനെ എന്ത് വേണമെങ്കിലും കണ്ടൻറ്റ് നമുക്ക് ഈ 2 കോളത്തിനകത്തും അല്ലെങ്കിൽ ഈ 2 പ്ലേസ് ഹോൾഡറിനകത്തും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് ഫേമിൻ്റെ 2020-ലെയും 2023-ലെയും ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്നുള്ള ഒരു ചാർട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഇൻസേർട്ട് ചാർട്ട് എന്നുള്ള ഐക്കൺ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് വന്ന ഒരു ചാർട്ട് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പൈ ചാർട്ടോ ലൈൻ ചാർട്ടോ അങ്ങനെ എനിക്കിഷ്ടമുള്ള ചാർട്ട് എന്ത് ചെയ്യാം, ഹിസ്റ്റോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും. നോർമലി നമ്മൾ എപ്പോഴും ഈ ബിസിനസ്സിൻ്റെതൊക്കെ ഇങ്ങനെ ലൈനായിട്ടായിരിക്കും കാണുന്നത്, ഈ അപ്വേർഡ് ആരോ ഡൗൺവേർഡ് ആരോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ ലൈൻ ചാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ അവിടെ എന്തായി, ഒരു ചാർട്ട് ഓണായി വന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ടേബിളിൽ കാറ്റഗറി 1, 2, 3 എന്ന് പറഞ്ഞ് കുറച്ച് ഡേറ്റാസും ഇതിനകത്ത് ആഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചാർട്ടൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടാബിലായിട്ട് നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അടുത്ത ഇത് 2023 ചാർട്ടായിട്ട് കൊടുക്കുകയാണ്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരുന്ന ഡീറ്റെയിൽസിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ഈ ആരോസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരുത്തും. ഞാൻ ജസ്റ്റ് ഇതൊരു എക്സാമ്പിളായിട്ട് കാണിക്കുവാണ്. ഇപ്പോൾ ചാർട്ട് ടൈറ്റിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, 2020-ലുള്ള ചാർട്ടായിട്ട് കാണിക്കാം. ഇതിനെന്ത് ചെയ്യാം, 2023-ലുള്ള ചാർട്ടായിട്ട് കാണിക്കാം. ഇപ്പോൾ എന്തായി, നമ്മുടെ ആ സ്ലൈഡിനകത്ത് വന്ന ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എന്ത്, ടു കണ്ടൻറ്റ് സ്ലൈഡ്. ഞാൻ എന്ത് ചെയ്തു, ടൈറ്റിലായിട്ട് കൊടുത്തത് ബിസിനസ്സിൻ്റെ ഒരു ഫേമിൻ്റെ 2020-ലെയും 2023-ലെയും ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കണ്ടൻ്റായിട്ട് 2 കോളത്തിനകത്ത് എന്ത് കൊടുത്തു, 2020-ലെ ഒരു ഗ്രാഫും 2023-ലെ ഒരു ഗ്രാഫും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒരു 2 കണ്ടൻറ്റ് ടേബിളിൻ്റെ ഒരു എക്സാമ്പിൾ. ദെൻ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പാരിസൺ എന്നുള്ള ലേഔട്ട് എന്തായിട്ടുണ്ട്, ഓപ്പണായി വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആദ്യം എന്ത് ചെയ്യണം, ഈ സ്ലൈഡിനകത്ത് ആഡ് എ ടൈറ്റിൽ എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള ഒരു ഐഡിയ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുത്തെ ആഡ് ടെക്സ്റ്റ് എന്നുള്ളിടത്ത് എന്താണ്, ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, ഇൻപുട്ട് ഡിവൈസസ്. എന്നിട്ട് ഈ ഒരു ഫോർമാറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ ഇൻപുട്ട് ഡിവൈസസിൻ്റെ പിക്ചേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ളത് ജസ്റ്റ് ഒരു ലിസ്റ്റാക്കി എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റിലുള്ള സ്ലൈഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നോർമലി നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമലി വരുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും നമുക്ക് കമ്പാരിസൺ പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ എന്താണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ എടുത്തിരിക്കുന്ന കണ്ടൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, അതായത് ഇൻപുട്ട് ഈസ് എനി ഡേറ്റ ദാറ്റ് ഈസ് സെറ്റ് ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ്. നമ്മൾ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡേറ്റാസിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രോസസ്ഡ് ഡേറ്റ that we can see through some other devices. നമുക്ക് മറ്റ് ഡിവൈസസ് യൂസ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടർ തരുന്ന പ്രോസസ്സ് ചെയ്ത ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് പ്രോസസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻപുട്ട് ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത് യൂസർ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. മൗസ്, കീബോർഡ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, മൈക്രോഫോൺ. ഇതൊക്കെ നമ്മൾ യൂസർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിന് ഡേറ്റാസ് കൊടുക്കുന്നത്. എന്നാൽ ഔട്ട്പുട്ട് ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നത്
കമ്പ്യൂട്ടർ തന്നെയാണ്. കാരണം അവരാണ് ഇത് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് തരുന്നത്, ഔട്ട്പുട്ട് തരുന്നത്. അത് അവരായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പ്രിൻ്റർ യൂസ് ചെയ്ത് പ്രിൻ്റ് എടുക്കുന്നത്, ഈ പ്രിൻ്റ് ചെയ്ത് തരുന്ന പ്രോസസ്സ് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. നമ്മൾ ഡേറ്റാസ് അങ്ങോട്ട് കൊടുക്കും, അത് പ്രിൻ്റ് എടുത്ത് എന്ത് ചെയ്യും, നമുക്ക് റീഡബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയോ പ്രിൻ്റായിട്ട് തരിക ചെയ്യുന്നു. അപ്പോൾ മെയിൻലി ജസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ളത്. ആദ്യത്തേത് മൗസ്, കീബോർഡ്. ഇത് രണ്ടും കോമൺലി എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. ജോയ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ജോയ്സ്റ്റിക്ക്. സ്കാനർ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് എന്തെങ്കിലും നമുക്ക് ഡോക്യുമെൻറ്റോ എന്തെങ്കിലുമൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് സ്കാനർ എന്ന് പറയും. നെക്സ്റ്റ് മൈക്രോഫോൺ. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഓഡിയോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മൈക്രോഫോൺ യൂസ് ചെയ്ത് ഓഡിയോ അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. അടുത്തത് എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ്, അതായത് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനായിട്ട് വിസിബിൾ ആവുന്നതാണ് ഈ മോണിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻ്റർ. നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ് കോപ്പി ആയിട്ട് കൊടുക്കുന്നതിന് എന്തായിട്ട് നമുക്ക് കിട്ടും, ഹാർഡ് കോപ്പി ആയിട്ട് പ്രിൻ്റ് എടുത്ത് കിട്ടും. ദെൻ സ്പീക്കർ. നമ്മൾ കൊടുക്കുന്ന ഓഡിയോ അല്ലെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന വീഡിയോയുടെ സൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ലൗഡായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പീക്കർ. സെയിം നമ്മൾ കേൾക്കുന്ന ഓഡിയോനെ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം കേട്ടാൽ മതിയെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് നമുക്ക് കേൾക്കാൻ പറ്റും. ദെൻ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രസൻറ്റേഷന് തന്നെ നമുക്ക് ഒരു സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ ഒരു വാളിലേക്കോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത്, പ്രൊജക്ടർ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈറ്റിൽ ഓൺലി. എന്താണ് ടൈറ്റിൽ ഓൺലി? ടൈറ്റിൽ ഓൺലി എന്ന് പറയുന്ന സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ മാത്രമേ വരുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടൈറ്റിൽ, ഇപ്പം നമ്മൾ ചില പ്രസൻറ്റേഷനൊക്കെ കാണുമ്പം ലാസ്റ്റ് ദ എൻഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വരുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ദ എൻഡ്, ഈ പവർ പോയിൻറ്റിൻ്റെ ലാസ്റ്റിലുള്ള സ്ലൈഡാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ടൈറ്റിൽ മാത്രം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രം ടൈപ്പ് ചെയ്ത് വെക്കാൻ എന്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് വേണമെങ്കിൽ ദ ബിഗിനിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റും കൊണ്ടുവെക്കാം, ലാസ്റ്റും ദ എൻഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു സെൻറ്റൻസ് കാണിക്കാൻ വേണ്ടി മാത്രം നമുക്ക് അങ്ങനെയൊക്കെ ഒരു സെൻറ്റൻസ് മാത്രം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്ലേസ് ഹോൾഡർ സ്ലൈഡാണ് എന്ത്, ടൈറ്റിൽ ഓൺലി. ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് വേറെ ഓഡിയോസോ വീഡിയോസോ പിക്ചറോ ഒന്നും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, ഓൺലി ടെക്സ്റ്റ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്താണെന്ന് നോക്കാം. ജസ്റ്റ് വേറെ ഒന്നുമില്ല, പ്ലേസ് ഹോൾഡർ ഒന്നുമില്ല, ടെക്സ്റ്റ് ആഡ് ചെയ്യാനോ ഒരു ഓപ്ഷനും ഇല്ല, ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വൈറ്റ് പേജ് അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്ക്രീൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷേപ്സ് എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷേപ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഈ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻ. ഈ കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് എൻറ്റയർലി ഡിഫറെൻറ്റ്, ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ഒരു സ്ലൈഡാണ് എന്ത്, ഈ കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലേ ഔട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 3 പ്ലേസ് ഹോൾഡർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആദ്യത്തെ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ള പ്ലേസ് ഹോൾഡറിനകത്ത് നമുക്ക് നമ്മളെ കണ്ടൻറ്റ് എന്താണ് എന്നുള്ള ഒരു ഹെഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് ഞാനൊരു ടൈറ്റിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിനി ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ആഡ് ടെക്സ്റ്റ്
ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റർ ചെയ്യാം. ഞാൻ കുറച്ച് കമ്പ്യൂട്ടറിനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിനെ പറ്റി ചെറിയൊരു കണ്ടൻറ്റ്, ജസ്റ്റ് ഒരു 1 സെൻറ്റൻസിനകത്ത് ഞാൻ ഒരു കണ്ടൻറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമുക്കതിന് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസിനെ നമുക്ക് എന്തായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻസ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ അതിന് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലിന് ചെറിയൊരു ഡെഫിനിഷൻ പോലെ ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ ഞാൻ കുറച്ച് കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിനെ പറ്റി ഒരു പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ലാർജ് ഓഡിയൻസ്, അതായത് ഇപ്പോൾ നമ്മളൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് പല ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കും. ചിലവർ ഹിയറിംഗ് ഡിസേബിലിറ്റി ഉള്ളവർ കാണും, വിഷൻ ഡിസേബിലിറ്റി ഉള്ളവർ കാണും, മീൻസ് വോക്കൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കില്ല. ചിലവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് ചിലപ്പോൾ വായിക്കാനും എഴുതാനും ഒക്കെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്ന വീഡിയോ യൂസ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് കമ്പ്യൂട്ടർ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വിഷൻ ഡിസേബിലിറ്റി ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ വോയിസ് ഈ വീഡിയോയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് കേൾക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളിവിടെ കമ്പ്യൂട്ടറിനെ പറ്റി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ് വായിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ ഈ കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ലൈഡ് നമ്മൾ പഠിച്ചത്. അടുത്തത് പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇതുപോലെ സെയിം ആയിട്ട് വരുന്ന ഒരു ഇതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടൻറ്റിനകത്ത് വന്നത് കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷൻ എന്നുള്ളതിനകത്ത് എന്തായിരുന്നു, നമുക്ക് ഇവിടെ ഒന്നിലെ പിക്ചർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടൻറ്റ് തന്നെ ടൈപ്പ് ചെയ്യാം. പിക്ചർ ഓർ വീഡിയോ, ഓഡിയോ, മൂവി, വാട്ട് വി വാണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ പിക്ചർ വിത്ത് ക്യാപ്ഷൻ എന്നുള്ളതിൽ ജസ്റ്റ് ക്യാപ്ഷനും കൊടുക്കാൻ പറ്റും, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പിക്ചർ മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോസ് ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, ഓൺലി പിക്ചർ മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിൻലി നമ്മുടെ സ്ലൈഡ്സിനകത്ത് നമ്മൾ പഠിച്ചത്. ന്യൂ സ്ലൈഡ്സിനകത്ത് ഏകദേശം ഒരു 9 ടൈപ്പ് ഓഫ് സ്ലൈഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതിത്രയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ നടത്തി വന്നത്. ആദ്യത്തേത് ടൈറ്റിൽ സ്ലൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫോൾട്ടായിട്ട് എപ്പോഴും വരുന്ന സ്ലൈഡ് എന്ന് പറയുന്നതാണ് ടൈറ്റിൽ സ്ലൈഡ്. ഇതിനകത്ത് 2 പ്ലേസ് ഹോൾഡേഴ്സ് ഉണ്ട്, ഒന്ന് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറും മറ്റത് സബ് ടൈറ്റിൽ. പിന്നെ നമ്മൾ നോക്കിയതായിരുന്നു ടൈറ്റിൽ ആൻഡ് കണ്ടൻറ് എന്നുള്ളത്. ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഏതായിരുന്നു, സെക്ഷൻ ഹെഡർ. അതായത് ജസ്റ്റ് ഒരു ഹെഡിങ്ങും കൊടുക്കാൻ പറ്റും, അതിന് താഴെ വരുന്ന കണ്ടൻറ്റിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ടു കണ്ടൻറ്റ് എന്നുള്ളത്. രണ്ട് ഇയറിലുള്ള കമ്പാരിസൺ നടത്താൻ പോലെയൊക്കെ നമുക്ക് 2 ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ടുള്ളത് കമ്പാരിസൺ. പിന്നെ ടൈറ്റിൽ ഇപ്പോൾ നമ്മളൊരു പവർ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടെന്നോ അല്ലെങ്കിൽ ബിഗിനിങ് എന്നോ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ പവർ പോയിൻ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് ദ എൻഡ് എന്നൊക്കെ പറഞ്ഞ് ഈ ടൈറ്റിൽ ഓൺലി എന്ന് പറയുന്ന കണ്ടൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ മീൻസ് നമുക്ക് ടെക്സ്റ്റോ പിക്ചറോ അങ്ങനെ ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് വേണമെങ്കിൽ ഷേപ്സ് മാത്രം ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് വേറെ കണ്ടൻ്റ് ഒന്നും വരുന്നില്ല, മീൻസ് ടെക്സ്റ്റ് ഹോൾഡറോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഹോൾഡറോ ഒന്നും നമുക്ക് ഈ ബ്ലാങ്ക് പ്രസൻറ്റേഷനകത്ത് കാണാൻ പറ്റില്ല. ലാസ്റ്റ് പറഞ്ഞ 2 എണ്ണമായിരുന്നു കണ്ടൻറ്റ് വിത്ത് ക്യാപ്ഷനും പിക്ചർ വിത്ത് ക്യാപ്ഷനും. ജസ്റ്റ് നമുക്ക് ക്യാപ്ഷൻസ് കൊടുക്കാൻ പറ്റും,
പക്ഷേ ഇതിനകത്ത് ടെക്സ്റ്റും വീഡിയോ, ഈ കണ്ടൻറ് വിത്ത് ക്യാപ്ഷൻ എന്നുള്ളതിൽ ടെക്സ്റ്റും വീഡിയോയും പിക്ചറും നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നില്ല, ടെക്സ്റ്റോ പിക്ചറോ എന്താണോ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പിക്ചർ വിത്ത് ക്യാപ്ഷൻ എന്നുള്ളതിനകത്ത് ക്യാപ്ഷനും അതിനെ പറ്റിയുള്ള ചെറിയൊരു ഓവർവ്യൂവും കൊടുത്തിട്ട് പിക്ചർ മാത്രമേ നമുക്ക് ആ സ്ലൈഡിനകത്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് നമുക്ക് ഈ ന്യൂ സ്ലൈഡ്സിൻ്റെ താഴെ തന്നെ എക്സ്ട്രാ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ്. അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജസ്റ്റ് ഇതൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് ജസ്റ്റ് വരച്ച് നോക്കിയതാണ്. ഈ ഒരു സ്ലൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ സ്ലൈഡ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ സ്ലൈഡ്സ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് ന്യൂ സ്ലൈഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് സെലക്റ്റഡ് സ്ലൈഡ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സെയിം സ്ലൈഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒരു കോപ്പി ഫോർമാറ്റ് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ കോപ്പി ആവും. കണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് ന്യൂ സ്ലൈഡ്സ് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ സെയിം നമ്മൾ ചെയ്ത ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനകത്ത് ചെയ്ത ഒരു ഷേപ്പിൻ്റെ 2 കോപ്പീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്കിപ്പോൾ എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇത് ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് പ്രസ് ചെയ്താലും ഇതിവിടുന്ന് ഡിലീറ്റായി പോവും. അടുത്തത് ഈ ന്യൂ സ്ലൈഡ്സിൻ്റെ അടുത്ത് തന്നെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പം സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വേർഡ് ഡോക്യുമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേർഡ് ഡോക്യുമെൻറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഈ സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ ന്യൂ സ്ലൈഡ്സ് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് ജസ്റ്റ് ഞാനിപ്പോൾ ഈ മൊഡ്യൂൾ 1 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻസേർട്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഫയലിൽ എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കത് ഓപ്പൺ ആവുന്നില്ല. നമുക്ക് ഒന്നുകൂടെ അത് ചെയ്ത് നോക്കാം. കമാൻഡ് ഗ്രൂപ്പ്സിൽ നിന്ന് ന്യൂ സ്ലൈഡ്സ് ഡ്രോപ്പ് ഡൗൺ സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ. നേരത്തെ മൊഡ്യൂൾ 1 ആണ് കൊടുത്തത്. നമുക്കിപ്പോൾ ഈ ഫൈനൽ എന്നുള്ള ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇൻസേർട്ട്. വെയിറ്റ് ചെയ്യാം. കണ്ടോ, താഴേക്ക് ഓപ്ഷൻസ് കണ്ടോ, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ് ഡോക്യുമെൻറ്റിനെ പവർ പോയിൻ്റ് തന്നെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ ഓരോ സ്ലൈഡ്സിനകത്ത് എന്തുണ്ട്, ഓരോ സെൻറ്റൻസ് ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഈ ലേ ഔട്ട് ചേഞ്ച് ആയി കിടക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു ഓർഡർ ഇല്ലാതെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് എന്താണ്, നമുക്കൊരു PDF ഡോക്യുമെൻറ്റിനെ വേണമെങ്കിലും പ്രസൻറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. സ്ലൈഡ്സ് ഫ്രം ഔട്ട്ലൈൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലൈഡ്സ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് തന്നെ ന്യൂ സ്ലൈഡ്സിലെ ഡ്രോപ്പ് ഡൗണിലെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, റീയൂസ് സ്ലൈഡ്സ്. റീയൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. റീയൂസ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് ഞാൻ ടാപ്പ് ചെയ്യുവാണ്.
ടാപ്പ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ടാസ്ക് പെയിൻ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഈ വൈറ്റ് പ്രസൻറ്റേഷൻ സ്ക്രീനിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ ഇതാണ് ടാസ്ക് പെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെ എന്ത് വന്നിട്ടുണ്ട്? റീയൂസ് സ്ലൈഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇൻസേർട്ട് എ സ്ലൈഡ് ഫ്രം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാത്തോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാത്ത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് ബ്രൗസ് ചെയ്യാൻ പറ്റും. ഞാൻ ബ്രൗസ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എനിക്കിവിടുന്ന് ബ്രൗസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഡെസ്ക് ടോപ്പിൽ ഒരു പവർ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പവർ പോയിൻ്റ് റെഗുലേഷൻ ഓപ്പൺ ചെയ്യാം. കണ്ടോ, നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രസൻറ്റേഷൻ എന്തായിട്ടുണ്ട്? നമുക്കിവിടെ ഈ ടാസ്ക് പെയിനിൽ തന്നെ ഓപ്പണായി വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? സ്ലൈഡ് ബൈ സ്ലൈഡ്സ് ആയിട്ട് ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് സ്ലൈഡ് ബൈ സ്ലൈഡ്സ് ആയിട്ട് താഴേക്ക് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. അതായത് ഇവിടെ ഈ റീയൂസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡ്, അതിൽ നിന്നും എന്തെങ്കിലും കുറച്ച് പോയിൻറ്റ്സോ അല്ലെങ്കിൽ പിക്ചേഴ്സോ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ റീയൂസ് എന്ന് പറയുന്ന കമാൻഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് ആ ഫോൾഡർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡ്സ് ഏതാണോ അതിനേക്ക് എന്ത് ചെയ്യാം? നമുക്കിതിലേക്ക് നമ്മുടെ ഈ പുതിയ പ്രസൻറ്റേഷനകത്ത് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഈ സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്സിൽ ന്യൂ സ്ലൈഡ്സിനകത്ത് നിന്ന് പഠിച്ചത്. ഇനി നമുക്ക് ലേഔട്ട് എന്താണെന്ന് നോക്കാം. അതിൽ നമുക്ക് ആദ്യത്തെ സ്ലൈഡിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം എന്താണ് ലേഔട്ട് എന്ന് നോക്കാം. ലേഔട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ദ ലേഔട്ട് ഓഫ് യുവർ സ്ലൈഡ്. ഇപ്പം നമുക്കിപ്പോൾ കറൻ്റ്ലി ഉള്ള സ്ലൈഡിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക? നേരത്തെ ന്യൂ സ്ലൈഡ്സ് എന്ന് പറഞ്ഞ് വന്നുമ്പോൾ ഉള്ള സെയിം ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നമുക്ക് ഓപ്പണായി വരുന്ന ലേഔട്ട് എപ്പോഴും എന്തായിരിക്കും? ഈ 2 പ്ലേസ് ഹോൾഡർ വരുന്നതായിരിക്കും. ഈ ഒരു സ്ലൈഡിന് സെലക്ട് ചെയ്തിട്ട് തന്നെ ലേഔട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഏത് ലേഔട്ട് സെലക്ട് ചെയ്താലും നമുക്ക് എന്താവും? ഇപ്പം ഞാൻ കമ്പാരിസൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കമ്പാരിസൺ ലേഔട്ടായിട്ട് ഈ സ്ലൈഡ് മാറി. ഞാൻ ഇനി ഇവിടെ ടൈറ്റിൽ ഓൺലി എന്ന് പറഞ്ഞാലോ? ടൈറ്റിൽ ഓൺലി, ഒറ്റ ടൈറ്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഞാനിത് ഒരു ബ്ലാങ്കിലേക്ക് മാറ്റിയാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് ഞാൻ കൊടുത്ത ടെക്സ്റ്റ് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ബാക്കി വേറെ ഒരു ഓപ്ഷൻസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് റീസെറ്റ് എന്ന് നമ്മൾ കഴ്സർ ഈ മൗസ് പോയിൻ്റർ കൊണ്ടുവച്ചപ്പോൾ തന്നെ റീസെറ്റ് ദ പൊസിഷൻ, സൈസ് ആൻഡ് ഫോർമാറ്റിംഗ് ഓഫ് ദ സ്ലൈഡ്സ് പ്ലേസ് ഹോൾഡർ ടു ദെയർ ഡിഫോൾട്ട് സെറ്റിങ്സ്. അതായത് നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പ്ലേസ് ഹോൾഡറിൽ എന്തെങ്കിലും സൈസിനോ ഷേപ്പിനോ കളറിനോ ഒക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡിഫോൾട്ട് എന്താണോ അതേ സെയിം സൈസിലേക്ക് തിരിച്ചു പോകും. നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഞാനൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പൊസിഷനും ഇവിടെ നിന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അവർ പറഞ്ഞത് കറക്റ്റാണ്. സെയിം പഴയ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അതേ സൈസിലും ഷേപ്പിലേക്കും എന്തായി? ആ സ്ലൈഡ്, അതായത് നമ്മുടെ ആ സ്ലൈഡിനകത്തുള്ള പ്ലേസ് ഹോൾഡറിന് എന്ത് സംഭവിച്ചു? പഴയ ഡിഫോൾട്ടായിട്ടുള്ള സൈസിലേക്ക് തന്നെ അത് തിരിച്ചു പോയി. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കമാൻഡ് ഗ്രൂപ്പ്സ്. അതായത് ഈ സ്ലൈഡ് കമാൻഡ് ഗ്രൂപ്പ്സിനകത്ത് വന്നിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. സെക്ഷൻ എന്ന് പറയുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസ് യുവർ സ്ലൈഡ്സ് ഇൻ ടു സെക്ഷൻസ്. നമ്മുടെ സ്ലൈഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സെക്ഷനായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാം? നമുക്ക്
ഒരു സെക്ഷൻ്റെ താഴെ കുറച്ച് സ്ലൈഡ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുവരാം. നമുക്ക് നോക്കാം അതെന്താണെന്ന്. അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ കാണുന്നുണ്ട്. അതിന് താഴെ ആഡ് സെക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ ആക്റ്റീവായിട്ട് ഉള്ളൂ. അതിനകത്ത് എന്താണ്, ആഡ് എ സെക്ഷൻ ടു യുവർ പ്രസൻറ്റേഷൻ. നിങ്ങളുടെ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യാം, ഓരോ സെക്ഷനായിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇവിടെ ഒരു പ്രസൻറ്റേഷൻ വെറുതെ ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് സ്ലൈഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ ഓരോ സെക്ഷനായിട്ട് തിരിക്കാം. ഞാനിപ്പോൾ ഈ പ്രസൻറ്റേഷൻ ഇത്ര എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുകയാണ്. ഈ 3 പ്രസൻറ്റേഷൻ, ഇതാണ് ഇതിൻ്റെ സെക്ഷൻ 1, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്, ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ആഡ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നിട്ട് സെക്ഷൻ ഒരു പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സെക്ഷൻ എന്ത് കൊടുക്കാം, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഇത്രയും സെക്ഷന് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ത് ചെയ്യാൻ പറ്റി, ഈ 18 സ്ലൈഡ്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റി. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കൊളാപ്സ് സെക്ഷൻ. ഇതിനെ കൊളാപ്സ് സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് എന്ത് സംഭവിക്കും, നമ്മുടെ സ്ലൈഡ്സ് എല്ലാം ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിനകത്തേക്ക് ഡിസപ്പിയർ ആയി പോയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, അത് തിരിച്ചു വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർത്ത് മുതലുള്ള സ്ലൈഡ്സിനെ അടുത്ത സെക്ഷനായിട്ട് കൊടുക്കാം. ആഡ് സെക്ഷൻ. ഈ സെക്ഷന് ഞാൻ എന്ത് ചെയ്തു, ഇതെന്തായിട്ട് കൊടുക്കാം, ഇതാണ് നമ്മുടെ കണ്ടൻറ്റ്. ഇത്രയും സ്ലൈഡ്സിനകത്താണ് എന്ത് വരുന്നത്, കണ്ടൻറ്റ് വരുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ 3 സ്ലൈഡ്സിനകത്ത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സെറ്റ് ചെയ്യുന്നു. അടുത്ത ഇത്രയും ഈ ഒരു 4-7 വരെയുള്ള സ്ലൈഡിനകത്ത് നമ്മൾ എന്താണ്, കണ്ടൻറ്റാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഈ 8 മുതലുള്ളതിന് അടുത്ത ഒരു സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആഡ് സെക്ഷൻ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തായി, ഇവിടെ 3 സെക്ഷൻസ് ഫോമായി. ഒന്ന് ഇൻട്രൊഡക്ഷൻ, അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൊളാപ്സ് ചെയ്തു. കണ്ടൻറ്റ് അടുത്ത കൊളാപ്സ് ചെയ്തു. കൺക്ലൂഷൻ. ഇപ്പോൾ കണ്ടോ, നമ്മളെ സ്ലൈഡ്സ് എല്ലാം എന്തായി, ഇങ്ങനെ ഷോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനകത്ത് 3 സ്ലൈഡ്സ് ഉണ്ട്, കണ്ടൻറ്റിൽ 3 സ്ലൈഡ്സ് ഉണ്ട്, കൺക്ലൂഷനകത്ത് 11 സ്ലൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ടാപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ കൊളാപ്സ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ 3 സ്ലൈഡ് മാത്രം ഓപ്പൺ ആവും. അത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്ലൈഡായിട്ട് നമുക്ക് കാണിക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അടുത്ത ഇത് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യാം, ഇതാണ് കണ്ടൻറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഇതാണ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ സ്ലൈഡ്സ് ഇത്രയാണ്. ഇതിനെയും തിരിച്ചെന്ത് ചെയ്യുക, കൊളാപ്സ് സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതും ആ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിനകത്തോട്ട് പോകും. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്, റീനെയിം സെക്ഷൻ. എനിക്കിപ്പോൾ എന്ത് ചെയ്യാം, ഈ സെക്ഷൻ്റെ പേര് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാൽ ജസ്റ്റ് റീനെയിം സെക്ഷൻ എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേറെ എന്തെങ്കിലും കൊടുക്കാം. ഇൻട്രൊഡക്ഷന് പകരം വേറെ സെക്ഷൻ 1 എന്ന് മാത്രമോ, അല്ലെങ്കിൽ പാർട്ട് 1 എന്ന് മാത്രം ഞാൻ കൊടുക്കുകയാണ്. പാർട്ട് 1 എന്ന് റീനെയിം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പേര് മാറിയിട്ട് അത് പാർട്ട് 1 ആയി. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത കണ്ടൻറ്റ് എന്നുള്ളതും എനിക്ക് വേണമെങ്കിൽ എടുത്തിട്ട് സെക്ഷനകത്ത് റീനെയിം ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം, പാർട്ട് 2 റീനെയിം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് പാർട്ട് 1 ആയി, പാർട്ട് 2 ആയി. അടുത്ത സെക്ഷനകത്ത് നമുക്ക് വേറെ എന്ത് ഓപ്ഷൻ ഉണ്ട്, റിമൂവ് സെക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം, 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. റിമൂവ് സെക്ഷൻസ്, ഒരു സെക്ഷനും റിമൂവ് ചെയ്യാം. റിമൂവ് ഓൾ സെക്ഷൻസ്, എല്ലാ സെക്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യത്തെ റിമൂവ് സെക്ഷൻ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ആ ഒരു പാർട്ട് എന്തായി, നമ്മളിപ്പോൾ സെലക്ഷനിൽ നിന്നത്, ഞാൻ ഇത് അൺഡു ചെയ്ത് ഒന്നും കൂടെ കാണിക്കാം. കണ്ടോ, ഈ പാർട്ട് 2 എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇപ്പോൾ സെലക്ഷൻ നിന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, റിമൂവ് സെക്ഷൻ എന്നുള്ളത് കൊടുത്തപ്പോൾ
എന്തായി, ആ പാർട്ട് 2 കംപ്ലീറ്റ്ലി ആ സെക്ഷൻ ക്ലോസ് ആയി. പക്ഷേ ഇത്രയും സ്ലൈഡ്സ് എന്ത് ചെയ്തു, സ്കിപ്പ് ചെയ്ത് എങ്ങോട്ട്, ഈ പാർട്ട് 2-ലുണ്ടായിരുന്ന സ്ലൈഡ്സ് എല്ലാം സ്കിപ്പ് ചെയ്ത് പാർട്ട് 1-ൻ്റെ ഗ്രൂപ്പായിട്ട് മാറി. ഇപ്പോൾ പാർട്ട് 1-ൽ വരുന്നതാണ് ആദ്യത്തെ ഈ 7 സ്ലൈഡ്സ്. അടുത്ത ബാക്കി ഇതിന് താഴെ കൺക്ലൂഷൻ എന്നുള്ള ഇതിനകത്ത് ബാക്കി 11 സ്ലൈഡും വരുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഈ കൺക്ലൂഷനിൽ വന്നിട്ട് അടുത്ത ഈ സെക്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കൺക്ലൂഷനിലുള്ള ബാക്കി സ്ലൈഡ്സും കൂടെ ഈ പാർട്ട് 1-ൻ്റെ സ്ലൈഡിൻ്റെ കൂടെ ജോയിൻ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് എല്ലാ സെക്ഷൻസിനെയും എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. റിമൂവ് ഓൾ സെക്ഷൻസ്. കണ്ടോ, ഇപ്പോൾ ആ പാർട്ട് 1-ഉം കൺക്ലൂഷൻ എന്നുള്ള ഹെഡിങ് എല്ലാം മാറി. ജസ്റ്റ് നമ്മുടെ പഴയ ഫോർമാറ്റിന് ആ നോർമൽ വ്യൂവിലേക്ക് മാറിയിട്ടുണ്ട്. നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോ നോർമൽ വ്യൂവിലേക്ക് കാണാൻ പറ്റും. നോർമലി ഇത് ഇത്രയാണ് നമ്മുടെ സ്ലൈഡ്സിനകത്ത്. സ്ലൈഡ്സ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന മെയിൻ കണ്ടൻസ്. നമ്മളപ്പോൾ ക്ലിപ്പ് ബോർഡ് കമാൻഡ് ഗ്രൂപ്പും പഠിച്ചായിരുന്നു, സ്ലൈഡ്സ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പും പഠിച്ചായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്, ഫോണ്ട് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പ് നമുക്ക് സ്ലൈഡ്സ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നതാണ് എന്ത്, ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ്. ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ നമ്മുടെ പവർ പോയിൻറ്റിനകത്ത് ആഡ് ചെയ്യുന്ന ഏതൊരു ടെക്സ്റ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റാൻ പറ്റും, ഫോണ്ട് സൈസ് മാറ്റാൻ പറ്റും, ഫോണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമുക്കിപ്പോൾ ബോൾഡോ ഇറ്റാലിക്സോ അണ്ടർലൈനിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഫക്ട്സോ കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നമ്മളെ സഹായിക്കുന്ന കമാൻഡ് ഗ്രൂപ്പാണ് എന്ത്, ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇനി ഈ ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പ്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ്, പവർ പോയിൻ്റ് എന്നുള്ള ടെക്സ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ പേര് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിനാണ് പവർ പോയിൻ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഈ പവർ പോയിൻ്റ് എന്നുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഫോണ്ടിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിനിയേച്ചർ പാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതിനകത്ത് ഫോണ്ട് സ്റ്റൈല് വരുന്നുണ്ട്, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് തന്നെ ഫോണ്ട് സൈസ് ഒരു ലിറ്റിൽ ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസാണിത്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അലൈൻമെൻറ്റ്, കളറ്, ഫോർമാറ്റ് പെയിൻറ്റ്, ന്യൂ കമാൻഡ് ഗ്രൂപ്പ്, ബുള്ളറ്റ്, ലൈൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതത് കമാൻഡ് ഗ്രൂപ്പിനകത്ത് തന്നെ പഠിക്കാം ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിലും, നിങ്ങളുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വേർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഫോണ്ടിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് എന്താണോ അതിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇവിടെ ഫോണ്ടിൻ്റെ സ്റ്റൈൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫോണ്ട് എന്നുള്ളതാണ്. ഫോണ്ട് എന്താണ്, പിക്ക് എ ന്യൂ ഫോണ്ട് ഫോർ യുവർ ടെക്സ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഫോണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ കാണാം, ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചാണ് ഓരോ സ്റ്റൈലിലുള്ള ഫോണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഒരുപാട് ഫോൺസ് ഉണ്ട്. 100 ഫോൺസിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് ഏകദേശം ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ഫോണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഏരിയൽ ബ്ലാക്ക്, പിന്നെ ടൈംസ് ന്യൂ റോമൻ, അങ്ങനെയൊക്കെ ഓരോ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ ടൈംസ് ന്യൂ റോമൻ എന്നുള്ളത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഫോണ്ട് അവിടെ വന്നു. കണ്ടോ, നമുക്ക് ഒന്നുകിൽ അവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ. അടുത്ത ഏരിയൽ ബ്ലാക്ക് എന്നുള്ളത്, ഏരിയൽ ബ്ലാക്ക് എന്നിട്ട് എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും, ഏരിയൽ ബ്ലാക്ക് വരും. എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ. ഏരിയൽ ബ്ലാക്ക് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ കണ്ടോ, ഇതാ കണ്ടോ, ഏരിയൽ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, ഈ ഫോണ്ട് എന്നുള്ള
ബോക്സിൽ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന സ്ക്രീന് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് ഫോണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഏരിയൽ എന്നുള്ളത് വന്നു, താഴോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യാം, ഏരിയൽ ബ്ലാക്ക് കണ്ടോ. നമുക്കപ്പോൾ ഇങ്ങനെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യേണ്ടത്? ഫോണ്ട് സൈസ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. ഫോണ്ട് സെലക്ട് ചെയ്തിരിക്കണം. എന്നിട്ട് ഫോണ്ട് സ്റ്റൈലിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഫോണ്ട് സൈസ്. ഇവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് ദ സൈസ് ഓഫ് യുവർ ടെക്സ്റ്റ്. നമുക്കിതാ ഏറ്റവും കുറവായിട്ട് കാണുന്ന സൈസ് 8 8 സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ നമ്മുടെ ഫോണ്ട് എന്തുമാത്രം ചെറുതായെന്ന്. നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മൗസിൻ്റെ പോയിൻ്റർ ഓരോ നമ്പേഴ്സിൽ ഇങ്ങനെ നീക്കി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഞാനിത് സെലക്ട് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചേഞ്ചസ് നമുക്കറിയാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടോ നമ്മൾ ഓരോ സൈസിലോട്ട് നമ്മുടെ മൗസിൻ്റെ പോയിൻ്റർ കൊണ്ടുപോകുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഫോണ്ടിൻ്റെ സൈസ് ചേഞ്ചായി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് 96 വരെയുള്ള ഫോണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇവിടെ 96 വരെ വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒരു സൈസിൽ ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ അവിടെ എൻ്റർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഫോണ്ടിൻ്റെ സൈസ് കൂടി. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഒരു ലിറ്റിൽ ബിറ്റായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇപ്പോൾ നിങ്ങളൊരു എത്രയാണ്, ജസ്റ്റ് ഒരു 40-ലൊക്കെയാണ് നിങ്ങളെ ഫോണ്ട് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 42-ലൊക്കെ ആക്കാനോ 46-ലൊക്കെ ആക്കാനോ ജസ്റ്റ് ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. കണ്ടോ, ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈ ഇൻക്രീസ് ഫോണ്ട് സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിലൂടെ എന്ത് ചെയ്യും, നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂടി വരും. അല്ലെങ്കിൽ ഡിക്രീസ് കൊടുത്താൽ എന്ത് സംഭവിക്കും, കുറഞ്ഞ് വരും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+Shift+ ലെഫ്റ്റ് ആരോ ബ്രാക്കറ്റ്. കണ്ടോ, ഇതിപ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ആരോ ബ്രാക്കറ്റ് കൊടുത്താൽ സൈസ് കുറഞ്ഞു വരും. Shift+Ctrl+ റൈറ്റ് ആരോ ബ്രാക്കറ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും, ആംഗിൾ ബ്രാക്കറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് കൂടി വരും. നിങ്ങൾക്ക് താണ്ട് ഇവിടെ കഴ്സർ വയ്ക്കുമ്പോൾ തന്നെ ആ ഷോർട്ട് കട്ട് കീ കാണാൻ പറ്റും. Ctrl+Shift+ ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് ആംഗിൾ ബ്രാക്കറ്റും. ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം, Ctrl+Shift+ ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റുമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. ഇപ്പം ഇത് നമ്മുടെ ഒരു മെയിൻ ഹെഡിങ് ആണ്. ഇതിപ്പോൾ ഈ ഫോണ്ട് നമ്മുടെ ഏരിയൽ ബ്ലാക്ക് എന്നുള്ള ഈ ഫോണ്ട് കുറച്ച് തിക്കറായിട്ടുള്ള ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി ബോൾഡായിട്ട് ഫീൽ ചെയ്യണത്. ഇപ്പം ഞാൻ നോർമൽ ഒരു ടെക്സ്റ്റൊക്കെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതിനകത്ത് ഞാൻ നോർമൽ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഫോണ്ട് ഏരിയലിൻ്റെ തന്നെ നോർമൽ, ഏരിയ ബ്ലാക്ക് കൊടുക്കാതെ ഏരിയലിൻ്റെ ഒരു നോർമൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നോർമൽ ഒരു ഫോണ്ട് പോലെ കാണാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നിയിൽ ഈ ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ബോൾഡ് എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ Ctrl+B, നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+B. ടെക്സ്റ്റിനെ സെലക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+B കൊടുക്കുക, അല്ലെങ്കിൽ ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, ബോൾഡ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ഒരു സ്ലാൻഡിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കഴ്സീവ് ടച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണ്ടിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, ഇറ്റാലിക്സ് എന്നുള്ള കമാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇറ്റാലിക്സ് യുവർ ടെക്സ്റ്റ്. അതിന് നമ്മുടെ ഒരു ഇറ്റാലിക്സ് എന്ന് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു സ്ലാൻഡിങ് എഫക്റ്റും വരും, ഒരു കഴ്സീവ് ടച്ചും കൂടെ നമ്മുടെ ടെക്സ്റ്റിന് വരും.
ഒന്നുകിൽ കമാൻഡ് ഗ്രൂപ്പിനകത്ത് ഈ എന്ത് ചെയ്യാം, ഈ ഇറ്റാലിക്സ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്യുക. അല്ലാന്ന് അപ്പോൾ കണ്ടോ നമ്മുടെ ടെക്സ്റ്റിനൊരു ചരിവ് വന്ന ഒരു എഫക്റ്റ്, ഒരു സ്ലാൻഡിങ് എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഇറ്റാലിക്സിന് ഒരു ഷോർട്ട് കട്ട് കീ വരുന്നുണ്ട്, Ctrl+I. കണ്ടോ, Ctrl+I എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഫോണ്ടിൽ ആ ഇറ്റാലിക്സിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബോൾഡും ഇറ്റാലിക്സും സെലക്റ്റായി കിടക്കുന്നുണ്ട്. അതിനർത്ഥം ഈ രണ്ട് എഫക്റ്റ് എന്തുണ്ട്, നമ്മുടെ ഈ ടെക്സ്റ്റിനകത്ത് ഇപ്പോൾ ആഡഡ് ആണ്. ഇതുകൂടാതെ നിങ്ങളിപ്പോൾ ഒരു ഹെഡിങ് ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു ടൈറ്റിലാണ് എന്ത് കൊടുക്കുന്നത്, ടൈറ്റിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ നോർമലി ഒരു ഹെഡിങ് ഒക്കെ എഴുതുമ്പോൾ അതിനൊരു അണ്ടർലൈനും കൂടെ കൊടുക്കും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിനകത്തും പവർ പോയിൻറ്റിനകത്തും ഒക്കെ ചെയ്യുന്ന പ്രസൻറ്റേഷനിൽ കൊടുക്കുന്ന ടെക്സ്റ്റിന് ടൈറ്റിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു അണ്ടർലൈനും കൂടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇറ്റാലിക്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കമാൻഡ് വരുന്നുണ്ട്, അണ്ടർലൈൻ യുവർ ടെക്സ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഈ ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിൽ അണ്ടർലൈൻ എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനും ഒരു ഷോർട്ട് കട്ട് കീ വരുന്നുണ്ട്. എന്താണ് നോക്കാം, Ctrl+U. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Ctrl+U. കണ്ടോ, Ctrl+U എന്നുള്ളത് നമ്മളവിടെ ആ ഷോർട്ട് കട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ പവർ പോയിൻ്റ് എന്നുള്ള ആ ടെക്സ്റ്റിന് എന്ത് വന്നിട്ടുണ്ട്, അണ്ടർലൈൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇത് മൂന്നും ഓണായി കിടക്കുവാണ് നമ്മുടെ കമാൻഡ് ഗ്രൂപ്പിനകത്ത്, ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഓഫ് ചെയ്ത് അടുത്ത ഇതിലേക്ക് കിടക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഷാഡോ ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയും. എന്താണ് ഈ ടെക്സ്റ്റ് ഷാഡോ? ആഡ് എ ഷാഡോ ബിഹൈൻഡ് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ഹെൽപ്പ് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് ഓൺ ദ സ്ലൈഡ്. ഈ സ്ലൈഡിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റിനൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, കുറച്ചും കൂടെ ഒരു ബോൾഡായ ഒരു എഫക്റ്റും ഉണ്ട്, അതിനൊരു ഷാഡോ ടച്ച് വന്നു. കണ്ടോ, നമ്മുടെ ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ സെലക്ട് ചെയ്യാണ്, എന്നിട്ട് ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബോൾഡായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിന് എന്ന് പറഞ്ഞാൽ ഒരു 3D ഒരു ചെറിയൊരു 3D എഫക്റ്റ് വന്നതുപോലെ അതിനൊരു എന്ത് വന്നു, ഒരു സ്ട്രെച്ചിങ് വന്നൊരു ഫീല് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷാഡോ എഫക്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഷാഡോ എഫക്റ്റ് നമ്മൾ ഈ നമ്മുടെ ടെക്സ്റ്റിന് കൊടുക്കുന്നത്. അടുത്ത ഒരു ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യാം. കണ്ടോ, അപ്പോൾ അതിൽ മെയിൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്ട്രൈക്ക് ത്രൂ. ഷാഡോ എഫക്റ്റിന് ഷോർട്ട് കട്ട് കീ ഒന്നും മെയിൻലി വരുന്നില്ല, നമ്മൾ ഈ കമാൻഡ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് എന്ത്, സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റിനെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ചില പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ടൊക്കെ വരുമ്പോൾ ചില പാക്കറ്റിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റൂലേ, വില ഇങ്ങനെ വെട്ടിയിട്ട് കുറഞ്ഞതായിട്ട് കാണിക്കുന്നതും, ചിലത് വിലയിലാണ് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിരിക്കും, വേർഡിന് കുറുകെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെട്ടിയിട്ട് തൊട്ട് താഴെ പുതിയ പ്രൈസ് എന്ന് പറഞ്ഞ് എഴുതിയൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിന് ആഡ് ചെയ്യാൻ പറ്റുന്നതാണിത്. ക്രോസ് സംതിങ് ഔട്ട് ബൈ ഡ്രോയിങ് എ ലൈൻ ത്രൂ ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നതിന് പകരം ഈ ഒരു കമാൻഡ് സെലക്ട് ചെയ്തെന്ന് സംഭവിക്കും, ആ ടെക്സ്റ്റിന് കുറുകെ ഒരു ലൈന് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ നമ്മൾ ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന കമാൻഡ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ക്യാരക്ടർ സ്പേസിങ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ് ദ സ്പേസിങ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ്. ഈ ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റിനും ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം ഇത് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 6 ഓപ്ഷൻസ് ഈ ഡ്രോപ്പ് ഡൗണിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിലാദ്യത്തത്
വെരി ടൈറ്റ്. ഇപ്പോൾ നോർമലാണ് ആക്റ്റീവായി കിടക്കുന്നത്. വെരി ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? വെരി ടൈറ്റ് എന്നുള്ളത് കൊടുത്തപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് അല്ല, ഒരു വേർഡിലുള്ള ലെറ്റേഴ്സ് എന്തായി? ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടോ? നീങ്ങുന്നത് ഒരുമിച്ച് ചേരുന്നത് കണ്ടോ? ഇപ്പം നോർമലിൽ കൊണ്ടുവന്നപ്പോൾ നോർമൽ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തതുപോലെ തന്നെ വന്നു. എന്നാൽ ഈ വെരി ടൈറ്റ് എന്നുള്ളത് ഇങ്ങനെ പതിയെ മൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി? ആ ലെറ്റേഴ്സ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തതുപോലെ ഒരുമിച്ച് വന്നു. ഇനി അതാണ് വെരി ടൈറ്റ് എന്നുള്ള എഫക്റ്റ്. നെക്സ്റ്റ് ടൈറ്റ്, വെറും ടൈറ്റ് എന്നുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ വെരി ടൈറ്റിൽ നിന്ന് കുറച്ചും കൂടെ ടെക്സ്റ്റ് എന്തായി? ഫ്രീ ആയി. ഒരുപാട് ടൈറ്റ് അല്ലാതെ ചെറിയൊരു ടൈറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തൊട്ട് താഴെയുള്ളതാണ് നോർമൽ. നമ്മൾ എന്താണ് നേരത്തെ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന പോലത്തെ നോർമൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന സെയിം എഫക്റ്റാണ് ഈ നോർമൽ എഫക്റ്റ് എന്നുള്ളത്. അതിൻ്റെ താഴെയുള്ളതാണ് ലൂസ്. ആ നോർമലിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഓരോ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം കുറച്ചും കൂടെ കൂടി, നോർമലിൽ നിന്ന് കുറച്ചും കൂടെ കൂടിയതാണ് എന്ത്? ഈ ലൂസ് എന്നുള്ള എഫക്റ്റ്. വെരി ലൂസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും എക്സ്ട്രാ കുറച്ചും കൂടെ എന്ത് സംഭവിച്ചു? ഡിസ്റ്റൻസ്, ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കൂടി. അപ്പോൾ തൊട്ട് താഴെ പിന്നെ എന്തുണ്ട്? മോർ സ്പേസിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം എൻ്റർ എ നമ്പർ ഫ്രം 0 to 1000, 0യിൽ നിന്ന് 1000-ൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പർ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അപ്പ് ആരോവും ഡൗൺ ആരോവും തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുമായിട്ട് സഹായിക്കും. അതിൽ ഇങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു 50 അല്ലെങ്കിൽ ഒരു 76, 77, 78, ഒരു 80 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 80 എന്നുള്ളത് കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം ടെക്സ്റ്റിന് എന്ത് ചേഞ്ച് വരുമെന്ന്. കണ്ടോ? ഒരു നോർമൽ എഫക്റ്റ് തന്നെയാണ് 80-ലൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 500 ഒക്കെ കൊടുത്ത് നോക്കാം. 500-നും ഏകദേശം നോർമൽ എഫക്റ്റ് തന്നെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. 1000 എന്ന് തന്നെ കൊടുത്ത് നോക്കാം. 1000 കണ്ടോ? 1000 കൊടുത്തപ്പോഴും ജസ്റ്റ് ആ ഒരു എന്താണ്? വെരി ലൂസ് എന്നുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെരി ലൂസിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു എഫക്റ്റാണ് എന്ത്? നമ്മൾ 1000 മോർ സ്പേസിങ് സെലക്ട് ചെയ്ത് 1000 കൊടുത്തപ്പോഴും സംഭവിച്ചത്. അപ്പോൾ ഇതാണെന്ത്? ഈ ക്യാരക്ടർ സ്പേസിങ് എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ലെറ്റേഴ്സിനിടയ്ക്കും സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് എന്ത്? ചേഞ്ച് കേസ് നിങ്ങൾ മിക്കവാറും വേർഡിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ചേഞ്ച് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ദ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു അപ്പർ കേസ്, ലോവർ കേസ് ഓർ അതർ കോമൺ ക്യാപിറ്റലൈസേഷൻസ്. ഒന്നുകിൽ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്റൻസിനെ നിങ്ങൾക്ക് എന്തായിട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും? അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാക്കാൻ പറ്റും. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും ടെക്സ്റ്റിനെ എന്ത് ചെയ്യാം? സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആൻഡ് അതർ കോമൺ ക്യാപിറ്റലൈസേഷൻസ്. ബാക്കി എന്തൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് നമുക്ക് ആ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഡ്രോപ്പ് ഡൗൺ കൊടുത്തു. ആദ്യത്തേത് എന്താണ്? സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളൊരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അതാണ് നോർമൽ സെൻറ്റൻസ് കേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? ലോവർ കേസ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ എൻ്റർ ചെയ്തിരുന്ന എല്ലാ ടെക്സ്റ്റും എന്ത് സംഭവിച്ചു? സ്മോൾ ലെറ്ററിലേക്ക് മാറി. നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ പവർ പോയിൻ്റ് എന്നുള്ള ഈ വേർഡ്സിനകത്ത് പവറും പോയിൻറ്റും രണ്ടും പി എന്നുള്ള ലെറ്റേഴ്സ് രണ്ടും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇവിടെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? രണ്ട് അതായത് പവറിലും പോയിന്റിലും ഉള്ള പി എന്ത് സംഭവിച്ചു? ലോവർ കേസിലേക്ക് മാറി.
അടുത്തത് എന്താണ് അപ്പർ കേസ് എന്ന് നോക്കാം. കണ്ടോ, അപ്പർ കേസ് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കണ്ടൻറ്റും എന്തിലേക്ക് മാറി? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. അതാണ് അപ്പർ കേസ് എന്ന് ഉദ്ദേശിച്ചത്. എല്ലാ കണ്ടൻറ്റും, ഫസ്റ്റ് ലെറ്ററും അല്ല, എല്ലാം നമ്മൾ 2 വേർഡ് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നതിലെ എല്ലാ വേർഡ്സും എന്ത് സംഭവിച്ചു? ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. ഇനി ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, അതായത് ഓരോ വേർഡും എന്ത് ചെയ്യാം? ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചോ, പവർ പോയിൻറ്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തു? പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാം ആണെന്ന് ടൈപ്പ് ചെയ്തു. സെലക്ട് ചെയ്യാണ് ഞാൻ. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് കൊടുക്കുകയാണ്? സെൻറ്റൻസ് കേസിനകത്ത് ചേഞ്ച് കേസ്, നമ്മുടെ ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ചേഞ്ച് കേസ് സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കുകയാണ്? ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ളൊരു കമാൻഡ് സെലക്ട് ചെയ്യാൻ പോവാണ്. അത് ആ പോയിന്റിലേക്ക് കഴ്സർ വന്നപ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് സംഭവിച്ചു? പവർ പോയിന്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തതിൽ ഈസും എയും എല്ലാം ഞാൻ സ്മോൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്തിരുന്നത്. പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ളതിൽ പ്രസൻറ്റേഷൻ്റെ പി മാത്രം ഞാൻ ക്യാപിറ്റൽ കൊടുത്തിരുന്നു. എന്നാൽ നമ്മൾ ഈ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ള വേർഡ് എടുത്തപ്പോൾ, കമാൻഡ് എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോ വാക്കുകളും എന്താണ് സംഭവിച്ചത്? പി, പവർ പോയിന്റിലെ പിയും പവറിലെ പി, പോയിന്റിലെ പി, ഈസ് എന്നുള്ള വാക്കിനകത്തുള്ള ഐ, അടുത്ത എ ക്യാപിറ്റലായി, പ്രസൻറ്റേഷനിലെ പി ക്യാപിറ്റലായി, പ്രോഗ്രാം എന്നുള്ള വേർഡിനകത്തുള്ള പിയും ക്യാപിറ്റലായി. ഇതാണ് എന്ത്? ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. അതായത് ഓരോ വാക്കുകളും എന്ത് ചെയ്തു? ക്യാപിറ്റൽ. ഓരോ വാക്കിലെ ആദ്യത്തെ ലെറ്റേഴ്സ് എന്തായാൻ തുടങ്ങി? ക്യാപിറ്റൽ ആവാൻ തുടങ്ങി. അടുത്തതാണ് ടോഗിൾ കേസ്. ടോഗിൾ കേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻറ്റൻസിൽ ഈ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ ടോഗിൾ കേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടോഗിൾ കേസ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആവുകയും, ഒരു വേർഡിലെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആവുകയും ബാക്കി വേർഡ്സ് എല്ലാം എന്തായി? ക്യാപിറ്റൽ ആവുകയും ചെയ്തു. കണ്ടോ, പവർ പോയിന്റിലെ പി സ്മോൾ ലെറ്ററായി, ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്ററായി. പോയിന്റ് എന്നുള്ളതിൽ പി സ്മോളായി, ബാക്കിയെല്ലാം ക്യാപിറ്റലായി. ഈസ് വന്നപ്പോഴും ഐ സ്മോളാണ്, എസ് ക്യാപിറ്റലാണ്. എ നോർമലി നേരത്തെ പോലെ എന്താണ്? ക്യാപിറ്റലല്ല, സ്മോൾ ലെറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രസൻറ്റേഷനിലെ പി സ്മോളായി, പ്രോഗ്രാമിലെ പി സ്മോളായി. അപ്പോൾ ഇതാണ് ടോഗിൾ കേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ചേഞ്ച് കേസ് സെലക്ട് ചെയ്യുന്നു. സെൻറ്റൻസ് കേസ്, ഇതാണ് സെൻറ്റൻസ് കേസ്. സെൻറ്റൻസിലെ ആദ്യത്തെ ലെറ്റർ മാത്രം എന്തായി? ക്യാപിറ്റലായി. കണ്ടോ, ഇവിടെ പവർ പോയിന്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം. ഇതിനകത്ത് പി, പവറിൻ്റെ പി മാത്രം എന്തായിട്ടുള്ളൂ? ക്യാപിറ്റലായിട്ടുള്ളൂ. ലോവർ കേസ് കൊടുത്തപ്പോൾ എല്ലാം ഒരു സെൻറ്റൻസ് ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് മാറി. അപ്പർ കേസ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറും. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ഓരോ വേർഡിലെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലാവും. ടോഗിൾ കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ടോഗിൾ കേസ് കൊടുത്തപ്പോൾ ആദ്യത്തെ ലെറ്റർ സ്മോളും ബാക്കിയെല്ലാം ക്യാപിറ്റലായിട്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ എന്ത് ചെയ്യാം? സെൻറ്റൻസ് കേസിലോട്ട് കൊണ്ടുവരാം. അടുത്തതാണ് ഹൈലൈറ്റിംഗ്. ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. മേക്ക് യുവർ ടെക്സ്റ്റ് പോപ്പ് ബൈ ഹൈലൈറ്റിംഗ് ഇറ്റ് ഇൻ എ ബ്രൈറ്റ് കളർ. ഇപ്പോൾ നമ്മൾ നോർമലി ചിലവരെന്ത് ചെയ്യും? നമ്മളിപ്പോൾ എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ പോയിൻറ്റ്സിനെ എന്താക്കി വയ്ക്കും? എന്തെങ്കിലും ഒരു സ്കെച്ച് പെൻ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു പെൻസിലൊക്കെ വെച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അതുപോലെ നമുക്ക് പവർ പോയിന്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ വേർഡ്സിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് പവർ പോയിന്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം. ഈ പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ള വാക്കിനെ എനിക്ക് എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. കാരണം ഇതൊരു പ്രസൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ഇതിന് ഈ പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ള ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എനിക്കിതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഹൈലൈറ്റ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് കുറച്ച് കളേഴ്സ് ഓൾറെഡി ഡിഫോൾട്ടായിട്ടുണ്ട്.
എന്ത് ചെയ്യാം, ഇപ്പോൾ എനിക്ക് യെല്ലോ കൊടുക്കണമെങ്കിൽ യെല്ലോ കൊടുക്കാം, ഗ്രീൻ കൊടുക്കാം, ബ്ലൂ അല്ലെങ്കിൽ പിങ്ക്, റെഡ്, അങ്ങനെ എൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിഷ്ടമുള്ള കളർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ യെല്ലോ ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ പവർ പോയിൻ്റ് ഈസ് എ പ്രസൻറ്റേഷൻ പ്രോഗ്രാം. പ്രസൻറ്റേഷൻ എന്നുള്ള വേർഡ് ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് എന്നുള്ള കമാൻഡ്, നമ്മുടെ ഫോണ്ടിനകത്ത് വരുന്ന കമാൻഡാണ്. ഇനി ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നോ കളർ എന്ന് കൊടുത്താൽ എന്താവും, സോറി ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ ആ വൈറ്റ് കളർ സെലക്ട് ചെയ്തതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, സെലക്ട് ചെയ്തപ്പോൾ തന്നെ അത് കളർ മാറി. ഇപ്പം ഞാൻ ഈ യെല്ലോ സെലക്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പുറത്തൂടെ കൊടുത്തിട്ട് യെല്ലോ കൊടുക്കുന്നു. യെല്ലോ കൊടുക്കുമ്പോൾ എന്താവും, അത് ഹൈലൈറ്റ് ആവും. ഇനി ഇതിൻ്റെ വൈറ്റ് കൊടുത്താലോ, നോ കളർ, കണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആ ഹൈലൈറ്റ് ചെയ്ത കളർ എന്താവും, ഇവിടെ നിന്ന് റിമൂവ് ആവും. ഇനി ഞാനിതൊരു മെയിൻ ഹെഡിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെഡിങ്ങിൻ്റെ കളേഴ്സ് എല്ലാം എന്താവണം, റെഡ് ആവണം, അല്ലെങ്കിൽ എന്താവണം, ഗ്രീൻ ആവണം എൻ്റെ ഹെഡിങ്ങിൻ്റെ കളറൊക്കെ. എങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ടെക്സ്റ്റിനെ ഞാനിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുവാണ്, ഫോണ്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇതാണ് എൻ്റെ ഹെഡിങ്, അല്ലെങ്കിൽ പവർ പോയിൻ്റ് എന്നുള്ള വേർഡ്, ഇതാണ് പവർ പോയിൻ്റ് എന്നുള്ള വാക്കാണ് എൻ്റെ ഹെഡിങ് എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഫോണ്ട് കളർ എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിൽ വരണം. ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്തുള്ള ഫോണ്ട് കളർ, ചേഞ്ച് ദ കളർ ഓഫ് യുവർ ടെക്സ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ കളർ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യും. ഇതിപ്പോൾ ഹെഡിങ് തന്നെ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കണ്ടൻറ്റിൽ ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ കളർ ഏതെങ്കിലും ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നി എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ ഡ്രോപ്പ് ഡൗൺ ആരോ സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ റെഡാണ് കൊടുത്തിട്ടുള്ളത്. റെഡ് സെലക്ട് ചെയ്ത് എന്ത് സംഭവിക്കും, നിങ്ങളുടെ സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റ് എന്താവും, റെഡായിട്ട് മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ തീം കളേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ട്, കണ്ടോ, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ തന്നെ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഷെയ്ഡ്, ഈ തീം കളേഴ്സിൻ്റെ തന്നെ പല വെറൈറ്റീസിലുള്ള ഷെയ്ഡ് നിങ്ങൾക്കിവിടെ കിട്ടുന്നതാണ്, കണ്ടോ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഈ കഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റിൽ വരുന്ന മാറ്റം, അതായത് നമുക്കിപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് കളേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആവുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കളർ സെലക്ട് ചെയ്യാം. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഈ കളേഴ്സൊന്നും പറ്റില്ല, എനിക്ക് വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മോർ കളേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പവർ പോയിൻ്റ് നമുക്ക് എന്ത് തരും, കുറച്ച് കളേഴ്സ് ഇവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് തരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്ത്, അതായത് നമുക്ക് രണ്ട് കളറൊക്കെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യാം, രണ്ട് കളേഴ്സ് കമ്പൈൻ ചെയ്ത് വരുന്ന ഇപ്പം രണ്ട് ടൈപ്പ് കളർ സെലക്ട് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസും എന്ത് തരുന്നുണ്ട്, നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് തരുന്നുണ്ട്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മൾ ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന കമാൻഡ്സ് എന്നുള്ളത്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്, നമ്മുടെ എന്തൊരു ടെക്സ്റ്റ് ആണെങ്കിലും നമ്മളത് സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, നമ്മുടെ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ഫോണ്ടിൽ കൊടുക്കുന്ന ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരുപാട് ഫോണ്ട് സ്റ്റൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇതും ജസ്റ്റ് ഒന്ന് നമ്മുടെ മൗസ് പോയിൻ്റർ ഓരോ ഫോണ്ട് സ്റ്റൈലിൻ്റെ പുറത്തൂടെ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഫോണ്ടിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, ഫോണ്ട് സ്റ്റൈല് ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഫോണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, കണ്ടോ. നമുക്ക് നമ്മുടെ പവർ പോയിൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ചെയ്യാം, സൈസ് നമുക്ക് നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ കൊടുക്കാം. ഇവിടെ നിന്ന് ചെറിയ രീതിക്ക് നമുക്ക്
വലിയ സൈസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഇപ്പോൾ ചെറിയ സൈസ് വേരിയേഷൻ മാത്രമേ മതിയെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഇൻക്രീസ് ഫോണ്ട് സൈസും കൊടുക്കാം, ഡിക്രീസ് ഫോണ്ട് സൈസും കൊടുക്കാം. പിന്നെ ബോൾട്ട്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ, പിന്നെ ഷാഡോ എഫക്റ്റ്, സ്ട്രൈക്ക് ത്രൂ, എന്താണ് ക്യാരക്ടർ സ്പേസിങ്, ചേഞ്ച് കേസസ്, ഹൈലൈറ്റ്, ഫോണ്ട് കളർ. ഇനി ലാസ്റ്റ് വരുന്നതാണ് എന്ത്, ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ്. റിമൂവ് ഓൾ ഫോർമാറ്റിംഗ് ഫ്രം സെലക്ഷൻ, ലീവിങ് ഓൺലി ദ നോർമൽ യൂണിഫോർമാറ്റഡ് ടെക്സ്റ്റ്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്. അതായത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ എഫക്ട്സും ചേഞ്ച് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിനെ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തപ്പോൾ നോർമൽ ടെക്സ്റ്റ് എന്താണോ അതിലേക്ക് മാറ്റും. അതായത് നമ്മളെന്തെങ്കിലും ഫോണ്ട് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ആവും, ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആവും, നമ്മളെന്തെങ്കിലും ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ആവും, നമ്മൾ ബോൾഡോ ഇറ്റാലിക്സോ എന്തെങ്കിലും, നമുക്കിതെല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫോണ്ട് സ്റ്റൈൽ മാറ്റി, സൈസ് മാറ്റി, ബോൾഡ് കൊടുക്കുകയാണ്, ഇറ്റാലിക്സ് കൊടുക്കുകയാണ്, അണ്ടർലൈൻ കൊടുത്തു, ഷാഡോവും കൊടുത്തു, സ്ട്രൈക്ക് ത്രൂ കൊടുത്തു, ദെൻ എന്തെങ്കിലും ഒരു വെരി ലൂസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്ത് കൊടുക്കാം, ക്യാരക്ടർ സ്പേസിങ് കൊടുക്കാം. പിന്നെ അപ്പർ കേസിലോട്ട് ഞാൻ മാറ്റി ഇതിൻ്റെ സെൻറ്റൻസ് കേസ്. എന്നിട്ട് ഈ പ്രസൻറ്റേഷൻ എന്നുള്ള പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ള ഈ ഒരു വാക്കിന് ഞാൻ എന്ത് ചെയ്യാണ്, ഹൈലൈറ്റും ചെയ്യുകയാണ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്ത് നോക്കാം. സെലക്ഷൻ കൊടുത്തതിന് ശേഷം ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്ത് നോക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിയർ ഫോർമാറ്റിംഗ്. കണ്ടോ, എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം നോർമലി എങ്ങനെയാണോ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നത് ആ ഒരു ഫോർമാറ്റിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ പവർ പോയിൻ്റ്. കണ്ടോ, ഇത്രയാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്ത് നമ്മൾ പഠിക്കുന്ന എലമെൻറ്റ്സ് ഇത്രയാണ്. മെയിൻലി ഇത്രയാണ് എന്തിനകത്ത് വരുന്നത്, ഫോണ്ട് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നത്.